ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ എറണാകുളം പോവാണ്. എറണാകുളത്തെ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ പറവൂർ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ ചെമ്മീൻ കെട്ടും കായലും എല്ലാം ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ ചെമ്മീൻ കെട്ടിൽ മീൻ പിടിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാനായിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. വീട്ടിലെത്തി കേട്ടോ. ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ചെമ്മീൻ കെട്ട് കാണാൻ വേണ്ടി പോവാണ്. അവിടുന്ന് കുറച്ച് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം ഞങ്ങൾ നടന്നു പോകുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി കേട്ടോ. കായലിൻ്റെ ഭംഗി എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു. അതാ നോക്ക്, കായൽ, തോണി, തെങ്ങ്, പിന്നെ അവിടുത്തെ ആ ഒരു വൈബ് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ തന്നെയായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് കായലിൻ്റെ ഭംഗി ആസ്വദിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച് വന്നിട്ടുള്ള മെയിൻ കാര്യം. ഇതാണ് ചെമ്മീൻ കെട്ട്. അവർ മീൻ പിടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചെമ്മീൻ കെട്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഒന്നും അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അവർ 3 മണിക്ക് തുടങ്ങിയതാണ്. അതായത് വെളുപ്പിന് 3 മണിക്ക് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണിത്. ഇപ്പം വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിതാ അങ്ങേറ്റത്ത് കണ്ടോ ഇങ്ങനെ കര പോലെ കിടക്കുന്നത്, അവിടെ നിന്നേ തുടങ്ങിയതാണ് വെളുപ്പിന്. വെള്ളം വറ്റിച്ച് വെള്ളം ഇപ്പുറത്തേക്കാക്കി ഇവിടം വരെ എത്തി. ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞു കേട്ടോ. മുകളിലേക്ക് നോക്കിക്കേ, കുറേ പരുന്തുകളിങ്ങനെ വട്ടം ചുറ്റി പറക്കുന്നുണ്ട്. കുറേ നേരമായി, കാരണം താഴെ നിറയെ മീനുകളല്ലേ. അതിൽ തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് വന്ന ഒറ്റ കൊത്തിയെടുക്കലും ഒറ്റ പോക്കുമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോന്തി ചുറ്റി മുകളിൽ കൂടെ നടക്കുന്നത്. കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കി കാണാം. കണ്ടോ എത്ര എണ്ണാന്ന് നോക്കിക്കേ. വല നീക്കി ഏകദേശം ഇപ്പുറത്തെ എൻഡ് വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ കഴിയുന്നില്ല. ഞങ്ങൾ ഇപ്പം തീരും എന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ തോണി റെഡിയാണ്. അവസാനം മീൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് തോണി. വലയിൽ നിന്നുള്ള മീനെല്ലാം ആ തോണിക്കകത്തേക്കാണ് കളക്ട് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ ഇപ്പം തീരും എന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ബോറടിച്ച് അവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ കിടന്നിരുന്ന തോണി അത് അവർ മെല്ലെ ഇപ്പുറത്തെ സൈഡിലേക്ക്, അതായത് വലയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഏകദേശം അത് തീരാനായി എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യുന്ന ലക്ഷണം പോലെയുണ്ട്. അപ്പം മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു
ടെൻഷനിലാണ് ഇരിക്കുന്നത്. യെസ് ഗായ്സ്, ഫൈനലി ഇതാ കണ്ടില്ലേ, വലയ്ക്കകത്ത് മീൻ കിടന്ന് പിടയ്ക്കുന്ന കണ്ടില്ലേ. ഇതാ അവർ ആ കൂടയ്ക്കകത്തേക്ക് മീൻ കോരിയിട്ട് തോണിക്കകത്തേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആ ഓല വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കവർ ചെയ്യുക, അല്ലെങ്കിൽ മീനെല്ലാം കൂടെ തെറിച്ച് പിന്നെയും വെള്ളത്തിനകത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ അവർ ഇത് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, മീനുകളെല്ലാം ഇവിടെ കൊണ്ടുപോയിട്ട് കേട്ടോ. ഇനി അതെല്ലാം വേർതിരിക്കണം. അതായത് നമുക്ക് കിട്ടുമ്പോൾ എല്ലാം ഒന്നിച്ചായിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് കരിമീൻ, ചെമ്മീൻ, അങ്ങനെ എല്ലാ മീനുകളും വേറെ വേറെ ആക്കണം. അതാണ് ഇനിയിപ്പം അടുത്ത് ചെയ്യാൻ പോകുന്നത്. മീനും തരംതിരിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തായിരുന്നു. മഴ പെയ്തപ്പോൾ നമ്മൾ ഈ ഷെഡിൻ്റെ ഉള്ളിലേക്ക് കയറി. ഷെഡിൻ്റെ ഈ ഫ്രണ്ടിലാണ് കേട്ടോ മീനെല്ലാം ഇപ്പം നിരത്തിയിട്ടേക്കുന്നത്. ഇത് ചില സമയം ചെമ്മീൻകെട്ട് നോക്കാനൊക്കെ വരുന്ന സമയത്ത് രാത്രി ഇവർ കിടന്നുറങ്ങുന്നതൊക്കെ ആ ഷെഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചു പോകുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. വീട്ടിൽ എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി. ദാ ഈ കാണുന്നതാണ് ആ സ്ഥലം. അത് അവിടെ ഒരു കുഞ്ഞ് ഷോപ്പാണ്, നായരുടെ പുട്ടുകട എന്നാണ് പറയുന്നത്. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അവിടെ പുട്ട് മാത്രമാണ് കിട്ടുള്ളൂ, പക്ഷെ അസാധ്യ ടേസ്റ്റാണ്. പ്ലസ് അതിൻ്റെ കൂടെ ഇതാ നിങ്ങൾക്ക് കാണാം അവിടുത്തെ ആംബിയൻസ്, കായൽ, മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അസാധ്യ വൈബാണ് ഇവിടെ. പുട്ടാണെങ്കിൽ ഒന്നും പറയാനില്ല, അസാധ്യ ടേസ്റ്റും. ഞങ്ങളപ്പോൾ പുട്ടും കട്ടൻ കാപ്പിയൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.